വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. അപ്പോൾ സർട്ടിഫിക്കറ്റ് നോക്കാം. കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്തിരുന്നു. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് ട്യൂഷനും ഒക്കെ ഉണ്ട്, കുറച്ച് തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് വീഡിയോ ഇടാം. ഓക്കെ, നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. Question number 1. The number of words. The number of words that can be formed. That can be formed from the letters A, B, C, D, E, F. Taken 3 at a time. Each word containing at least one vowel. നമുക്ക് 3 ലെറ്റേഴ്സ് ഉള്ള കുറേ വേർഡ്സ് ഫോം ചെയ്യാം അല്ലേ. പക്ഷെ ഒരു കണ്ടീഷൻ, ഓരോ വവലിനും ഓരോ വേർഡിലും നമ്മൾ 3 ലെറ്റേഴ്സ് എടുക്കുമ്പോൾ അതിനകത്ത് കണ്ടീഷൻ എന്താ? അറ്റ്ലീസ്റ്റ് 1 വവൽ, കുറഞ്ഞത് ഒരു വവലെങ്കിലും ഉണ്ടായിരിക്കും. 1 ഓർ ഓൺ. ഇവിടെ വവൽസ് എത്രയുണ്ട്? A, E, 2 vowels. Okay. D, consonants B, C, D, F. അല്ലേ? നമ്മൾ 3 ലെറ്റേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് 1 വവൽ വരാം. 2, 1, 1 to 2. ഇവിടെ 2 വവൽസേ ഉള്ളൂ അല്ലേ. 2 വരെ നമുക്ക് എടുക്കാം. എങ്ങനെ നമുക്ക് വവൽസിനെ 3 ലെറ്റേഴ്സ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? 2C1 ഇൻറ്റു 4C2 പ്ലസ് 2C2 ഇൻറ്റു 4C1. കൂടുതൽ സ്റ്റെപ്പ് എഴുതുന്നില്ല, പറഞ്ഞു പോവാണ്. നമുക്ക് എങ്ങനെ ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാം? നമ്പർ ഓഫ് വേസ് ഫോർ സെലക്ടിങ് ലെറ്റേഴ്സ്. 2C1 ഇൻറ്റു 4C2 പ്ലസ് 2C2 ഇൻറ്റു 4C1. 2C1 2, 4C2 അറിയാലോ, 4 ഇൻറ്റു 3/1 ഇൻറ്റു 2, 12/2 6. 2C2 1, 4C1 12 പ്ലസ് 4 16. അപ്പം നമുക്ക് 3 ലെറ്റേഴ്സ് കിട്ടി. ഇനി അതെങ്ങനെ അറേഞ്ച് ചെയ്യാം? 3 ലെറ്റേഴ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് 3p3 ways, means 3 factorial. Total words 16 ഇൻറ്റു 16. നമ്മൾ എന്താ ചെയ്തത്? എങ്ങനെ നമുക്ക് വവൽസ് ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ലെറ്റേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ അല്ലേ. 3 ലെറ്റേഴ്സ് ഉണ്ട്, 2 vowels ആൻഡ് 3 ലെറ്റേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? 16 ദിസ് ഇൻറ്റു 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്താ? 1 ഇൻറ്റു 2 ഇൻറ്റു 3. Find the value. Sigma n is equal to 1 to infinity minus 1 the whole raised to n plus 1 by n. ആദ്യം എന്നിന് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 എത്രയാണ്? 2. ക്വസ്റ്റ്യൻ -1 സ്ക്വയർ -1 റൈസ് ടു ഈവൻ നമ്പർ എന്താ? പോസിറ്റീവ്. 1/1 1. അടുത്തത് 2 കൊടുക്കുന്നത് 3 ഓഡ്
1/2. Next, -1 raised to 3. 3 plus 1, 4 plus 1/3, etc. ഒരു ഫോർമുലയുണ്ട്. log 1 plus x minus x square by 2 plus x cube by 3, etc. നമ്മളിവിടെ എക്സിന് 1 കൊടുത്തിട്ടുണ്ട്. 1 minus 1/2 plus 1/3, അടുത്ത് -1/4, etc. Put x is equal to 1, we get log. This is equal to log 2. ഇനി എഴുതുന്നത് ഏഗൻ വാല്യൂസ് ആണ്. നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടില്ല കേട്ടോ. ദ ഏഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് നിങ്ങൾ ബിടെക്കിൽ പഠിക്കും, സം 1 പഠിക്കും. ഏഗൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് (2, 1, 0, 0, 2, 0, 0, 0. ഇപ്പോൾ ഡീറ്റെയിൽ സ്റ്റെപ്പിലോട്ട് പോകുന്നില്ല. തൽക്കാലം നിങ്ങൾക്ക് ഏഗൻ വാല്യൂസ് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കും, ഈസി. ഏഗൻ വാല്യൂസിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് a മൈനസ് ലാംഡ i ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ റൂട്ട്സിനെയാണ് നമ്മൾ ഏഗൻ വാല്യൂസ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ കൂടുതലായിട്ടുണ്ട്. തൽക്കാലം നമുക്ക് പെട്ടെന്ന് കാണാനുള്ള മെത്തേഡ് മാത്രം ഞാൻ പറഞ്ഞു. അത് നമ്മളിവിടെ ലാംഡ ക്യൂബ് എഴുതും, പിന്നെ മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് നമ്മളിങ്ങനെ എഴുതിയ ശേഷം ഇവിടെ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഡയഗണൽ എലിമെൻറ്റ്സ് 6. നമ്മളിവിടെ ആദ്യം ലാംഡ ക്യൂബ്, പിന്നെ മൈനസ്, നമ്മൾ 3 സ്പേസ് വെച്ചിട്ട് ലാംഡ സ്ക്വയർ, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്. ഇനി ഈ നമ്പർ കാണും ലാംഡയുടെ കോഎഫിഷ്യൻ്റ് കാണാൻ സം ഓഫ് ദ മൈനേഴ്സ് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ്. 2ൻ്റെ മൈനർ എന്താ? നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടല്ലോ, മൈനറും കോഫാക്ടറും. 2ൻ്റെ മൈനർ എന്താ? ഡിലീറ്റിംഗ് ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് റോ 4 - 0, 4 പ്ലസ് ഇത് മൈനർ ഓഫ് ദിസ് എലിമെൻറ്റ് 2, ഡിലീറ്റിംഗ് സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് റോ 4 - 0. മൈനർ ഓഫ് ദിസ് എലിമെൻറ്റ് തേർഡ് റോ 4 + 4 + 4. ലാസ്റ്റ് വരുന്ന നമ്പർ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ. ഇത് 2 0 ആണല്ലോ, നമ്മൾ ഇത് മാത്രം നോക്കുന്നത്. 2 × 2, 0, 0, 2 × 8. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് എഴുതാം. ലാംഡ ക്യൂബ് മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് 12 ലാംഡ മൈനസ് 8 ഈസ് ഈക്വൽ ടു 0. a മൈനസ് b ദ ഹോൾ ക്യൂബ്. ലാംഡ ഈസ് ഈക്വൽ ടു 2, ആദ്യം നമ്മൾ ഇവിടെയും പറയാം. ആദ്യം ലാംഡ ക്യൂബ് എഴുതുക, പിന്നെ മൈനസ് എഴുതുക, ലാംഡ സ്ക്വയർ, പിന്നെ ലാംഡ, പിന്നെ കോൺസ്റ്റന്റ് സ്പേസ് എഴുതുക. ഇവിടെ വരുന്ന നമ്പർ ഈ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് എഴുതുക. പിന്നെ ലാംഡയുടെ കൂടെ വരുന്നത് ഈ ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ എല്ലാം എന്താണ്? മൈനേഴ്സ് കാണുക, അതിൻ്റെ സം ഓഫ് ദി മൈനേഴ്സ് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ്. ഓക്കെ, ലാസ്റ്റ് വാല്യൂ ഓഫ് ദി ഡിറ്റർമിനന്റ്. അതാണ് ഇവിടെ. Number 4. Sigma n is equal to 1 to infinity 2 raised to n by n minus 1 factorial is. ഇവിടെ നമുക്ക് തൊട്ടുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആദ്യം 1 കൊടുക്കുന്നത് 2 raised to 1 by 0 factorial. 0 factorial എന്താണ്? 1. 2 raised to 2 by 1 factorial. 2 raised to 3 by 3 minus 1. 2 factorial. 2 raised to 4 by 3 factorial plus etc. 0 factorial എന്താ? 1. 2 നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. 1 by 1 1,
2 by 1 factorial, 2 square by 2 factorial, plus etc. E raised to x. The expansion the 1 plus x by 1 factorial, x square by 2 factorial, plus etc. The x in the stand will answer 2 e raised to നോട്ട് ചെയ്തിട്ട് കേട്ടോ. Answer 2 e raised to which of the following functions f from R to R, R means real to real, is 1 1 and 1, 1 1 and 1. ഇവിടെ ഞാൻ ഓപ്ഷൻസ് പറയാം, എന്നിട്ട് ആൻസർ എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2, ബി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു sin x, c f of x is equal to cos x, d f of x is equal to x raised to 4 minus x. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് നോക്കാം, ഡി എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് സ്ക്വയറിൽ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ നമ്മൾ 1 കൊടുത്താലും 0 വരും, -1 കൊടുത്താലും എന്ത് വരും, വാല്യൂ 0 വരും അല്ലേ. പൈ എലിമെൻറ്റ് ഈസ് റിപ്പീറ്റിംഗ്, സോ ഇറ്റ് ഈസ് നോട്ട് 1 1. പിന്നെ ഓപ്ഷൻ ബി അല്ല. ഇനി അടുത്തത് നോക്കാം, സിയും ഡിയും സിയും നോക്കി. മാക്സിമം സൈൻ എക്സും കോസ് എക്സിൻ്റെ പ്രത്യേകത എന്താ, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് നമ്മൾ എത്ര ഡിഗ്രി ഒക്കെ കൊടുത്താലും മാക്സിമം വാല്യൂ 1 മിനിമം വാല്യൂ -1 ആണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത്രയേ ഉള്ളൂ. റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ അല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. റേഞ്ച് ആൻഡ് കോഡൊമെയിൻ ആർ ഐഡൻറ്റിക്കൽ. അങ്ങനെ വന്നാൽ മാത്രമേ അത് ഓൺ ടു ആവത്തുള്ളൂ. സൈനും കോസും എന്താ ഇതേപോലെയാണ് വരും, ഇത് 3 അല്ല. അപ്പോൾ ആൻസർ ഏതാണ്, എക്സ് ക്യൂബ് പ്ലസ് 2. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. A is equal to 4. Simple question. Determinant of a square is equal to 25. Find out. Determinant of AB എന്ന് പറഞ്ഞാൽ എന്താ, ഡിറ്റ ഇൻറ്റു ഡിറ്റ് ബി അല്ലേ. Determinant of a square is equal to determinant of a into determinant of a. Determinant of a എന്താ, alpha square minus 4. The whole square, that is equal to 25. Alpha square minus 4 pi, alpha square is equal to 9. Alpha is equal to root of 9, that is plus or minus 3. Find cot 9 degree into cot 27 degree into cot 63 into
cot 81 ഡിഗ്രി. ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നത് 9 + 81 അല്ലെങ്കിൽ രണ്ടെണ്ണം ആഡ് ചെയ്താൽ 90 കിട്ടുമെന്ന് നോക്കണം. 9 + 81 എത്രയാണ്? 90. 27 + 63 90. tan 90 - 3 cot അല്ലെങ്കിൽ cot 90 - 3 tan. ഇവിടെ cot cot 27 cot 90 - 27 into cot 90 - 9 cot 9 cot 27 into cot 90 minus എന്താ? tan 18. You know that tan A into cot A is equal to 1. Cot 9 into tan 9. Cot A into tan A 1. Cot A into tan A. Answer is number 8. Find the maximum value. Four minus 6 minus 6 square. Maximum value. Okay, that maximum value. 4 minus 6 minus 6 square. Now maximum value, minimum value. First step in the f dash x 0 equal minus 1 minus 2x is equal to 0. Minus 1 is equal to 2x. X is equal to minus 1/2. F double dash x. Derivative of minus 1 0 minus 2. നമ്മൾ സാധാരണ ഇവിടെ എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. ഇനിയിപ്പോൾ ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇല്ലെങ്കിൽ എന്താ കിട്ടിയത്? -2. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് മൈനസ് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? എഫ് എക്സ് മാക്സിമം വാല്യൂ. എഫ് ഡബിൾ ഡാഷ്ഡ് -1/2 <0. Therefore maximum value is equal to f of -1/2. നമുക്ക് ഈ കിട്ടിയ എക്സിൻ്റെ വാല്യൂ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? തന്നിരിക്കുന്നത് എഫ് എക്സിലാണ് കൊടുക്കേണ്ടത്. O minus x minus 1/2 plus 1/2 minus 1/2 the whole square. 4 into 2 9 plus 1 9/2 minus 1/2 18 minus 1 17/4. എന്നോട് പറയാം. നമ്മളിങ്ങനെ മാക്സിമം എങ്ങനെ ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡാഷ് എക്സ് കാണുക, 0 ഇക്വേറ്റ് ചെയ്യുക. അതിൽ ഈ കിട്ടുന്ന വാല്യൂ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -1 കിട്ടുന്ന ഇവിടെ നമ്മൾ -2 തന്നെ എടുത്തിരുന്നെങ്കിൽ ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ -2x എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? -2 ഇൻറ്റു -1/2 അങ്ങനെ. എഫ് ഡബിൾ ഡാഷ്ഡ് -1/2 ലെസ് ദാൻ 0. അല്ല -1 സെക്കൻഡ് ഡെറിവേറ്റീവ് -1 കിട്ടുന്ന നമുക്ക് എന്താ പറയാം? മാക്സിമം വാല്യൂ കാണാൻ എപ്പോഴും നമ്മൾ എഫ് എക്സിലാണ് കൊടുക്കേണ്ടത്. x plus 1/x. Find x raised to 4 plus 1/x raised to 4. x square plus 1/x square. x plus 1/x the whole square minus 2. ഇവിടെ 2ab എന്ന് പറയുമ്പോൾ അത് 2 ആയിട്ട് മാറും. അത് മൈനസ് ചെയ്യണം. x plus 1/x എത്രയാണ്? 3. 3 square 9 minus 2 7. x raised to 4 plus 1/x raised to 4. x square plus 1/x square the whole square minus 2. 7 square 49 minus 2.
47. Next question. Yes. Find the derivative of e raised to x square with respect to x raised to 4. ഇനി വിത്ത് റെസ്പെക്ട് ടു അനദർ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ആദ്യത്തേന് യു എന്ന് കൊടുക്കുക, ഇ റൈസ് ടു എക്സ് സ്ക്വയർ, സെക്കൻഡ് പി എന്ന് കൊടുക്കുക. യു ഹാവ് ടു ഫൈൻഡ് ഡി യു ബൈ ഡി, ഡി യു ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി വി ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ, ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x. x raised to 4, 4x raised to 3. 1x cancel, 2 cancel. So answer is e raised to x square divided by 2x. Find the derivative of this with respect to another function. ഇങ്ങനെ വരുന്ന കേസിൽ ഇതിന് യു എന്നും ഇതിന് ബി എന്നും പേര് കൊടുക്കുക. ഡി യു ബൈ ഡി എക്സ് ബൈ ഡി വി ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ഇത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഡെറിവേറ്റീവ് പിന്നെ അതിലേക്കുള്ള ഇ റൈസ് ടു എക്സ് സ്ക്വയർ നമുക്ക് ചെയിൻ റൂൾ, ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താ 2x, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 4 4x, 1x ക്യാൻസൽ, 2 ക്യാൻസൽ. സോ ഇ റൈസ് ടു എക്സ് സ്ക്വയർ ബൈ 2x സ്ക്വയർ. നാളെ നെക്സ്റ്റ് വീഡിയോയുടെ നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക, മാക്സിമം ആൾക്കാർക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.